അൺബോക്സിങ് ഡൂഡ്. ഈ ഒരു ചാനൽ അവരുടെ ഒരു തുടക്ക സ്റ്റേജ് മുതൽ, അന്ന് എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആ ഒരു ടൈമും ഇതൊക്കെ ഉള്ളപ്പോൾ അൺബോക്സിങ് ഡൂഡ് വാസ് ട്രെൻഡ്. ഓക്കെ, അതിന് എന്തൊക്കെ പറഞ്ഞാലും അൺബോക്സിങ് ഡൂഡ് വൈറലായിരുന്നു. ഇപ്പം എന്താണെങ്കിലും അൺബോക്സിങ് ഡൂഡ് ആ ഒരു എന്താ പറയുക തുടക്ക സ്റ്റേജ്, പിന്നെ അവരുടെ ഒരു ടപ്പേന്ന് പറഞ്ഞുള്ള ഒരു ചാട്ടം, വൈറൽ ആ ഒരു സംഭവം, പിന്നെ ഒന്നിങ്ങനെ വളരെ സ്മൂത്തായിട്ടൊന്നിങ്ങനെ സ്റ്റേബിളായിട്ടുള്ള പോക്ക്, പിന്നെ എവിടേക്കോ എനിക്ക് പേഴ്സണലി ഇതിപ്പോൾ എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് തോന്നിയോന്ന് അറിയില്ല, എവിടേക്കോ ഒരു ഇവിടെ കുറച്ച് ജാടയാണോ എന്നുള്ളൊരു സംഗതി, പിന്നെ എഗെയിൻ ഒരു നോർമൽ സാധനം, ഇപ്പോൾ കല്യാണം. സോ ഒരു എന്താ പറയുക, ഒരു യൂട്യൂബ് ജേണി തന്നെ ഒരു ഭയങ്കര രസമായിരുന്നു. ഞാൻ എന്താണെങ്കിലും എനിക്ക് സജഷനിൽ വരുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെയാണ് ഞാൻ കാണാറുണ്ട്. കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ തുടക്കകാലത്തൊക്കെ കംപ്ലീറ്റ്ലി, ഇപ്പോൾ നമുക്ക് ചാനലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്, എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നില്ല. സോ ആ ടൈമിലൊക്കെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. സോ അന്ന് മുതൽ തന്നെ ഒരു മിസ്റ്ററി ഉണ്ട്. ഓക്കെ, അൺബോക്സിങ് ഡൂഡ് ആൻഡ് ഫാദർ. അൺബോക്സിങ് ഡൂഡിൻ്റെ അച്ഛനെ കുറിച്ചിട്ട്. സോ അവർ തന്നെ കോണ്ടൻറ്റുകൾ ചെയ്യുന്ന സമയത്ത്, Q&A ചെയ്യുന്ന സമയത്തൊക്കെ അവർ തന്നെ വേർ ഈസ് മൈ ഫാദർ എന്നുള്ള ഒരു കാര്യം തംബ്നെയിലിൽ വയ്ക്കാറുണ്ട്, ടൈറ്റിലിൽ കൊടുക്കാറുണ്ട്, ആൻഡ് സംസാരിക്കുന്ന സമയത്തും അവരതിങ്ങനെ എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. സോ ലോട്ട് ഓഫ് ട്രാക്ഷൻ, അൺബോക്സിങ് ഡൂഡിൻ്റെ ഫാദർ എവിടെ എന്നുള്ളതിലേക്ക് ആ ചാനലിലേക്ക് ഒരുപാട് ട്രാക്ഷൻ, കോമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടു ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോനകത്ത് വേർ ഈസ് മൈ ഫാദർ, ഉപ്പ എവിടെ പോയി, സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അൺബോക്സിങ് ഡൂഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ തുടക്ക സ്റ്റേജ് മുതൽ ഇവരുടെ വീഡിയോസ് കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ പല വീഡിയോസിനകത്തും ഇവർ ഈ ഉപ്പ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരെന്താ പറയുക ക്ലിയർ കട്ട് ആൻസർ ഓർ എന്താണ് ഇവരുടെ ലൈഫ് ജേണിയിൽ നിന്നും ലൈഫ് ജേണി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉപ്പാടെ ആസ്പെക്റ്റ് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ തട്ടിയില്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് പലപ്പോഴായിട്ട്. അതിന് തന്നെ ഒരു ഫോണ് വിളിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, അൺബോക്സിംഗ് ഡൂഡിൻ്റെ ഉപ്പാനെ ഇപ്പോൾ റിവീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോക്കകത്തും കോള് കണക്റ്റ് ആയില്ല. സോ അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇതൊരു ഫാദർ മകൻ വീഡിയോ ആണ്. ഓക്കെ, ആൻഡ് സംതിങ് സ്പെഷ്യൽ ഓൾസോ. നീ സ്കിപ്പ് ചെയ്ത് പോയെന്നാലും ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. സ്കിപ്പ് ചെയ്ത ഫുഡിൽ കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. എനിക്കെന്താ സർപ്രൈസ് ഒന്നും പറയും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇന്നിട്ട വീഡിയോ കാണാം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അൺബോക്സിംഗ് ഡൂഡ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്, മലയാളികൾക്ക് എവിടെയോ അൺബോക്സിംഗ് ഡൂഡിനും ഡൂഡിക്കും ഒക്കെ കുറച്ച് ജാട കൂടിയോ, അഹങ്കാരം കൂടിയോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയൊന്നും വേണ്ട. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. ലൈഫിൻ്റെ ഏറ്റവും റോക്ക് ബോട്ടം ലെവലിൽ നിന്ന് കയറി വന്ന ആൾക്കാരാണ്. ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നു, ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നതൊന്നും കണ്ടിട്ട് ഞങ്ങളൊരു ദൂർത്താണ് അല്ലെങ്കിൽ ഞങ്ങൾ അനാവശ്യമായി ചിലവാക്കുന്ന ആളുകളാണെന്നുള്ള മൈൻഡ് സെറ്റൊന്നും വേണ്ട. ലൈഫിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ജീവിച്ച് വളർന്നു വന്ന ആൾക്കാരാണെന്നുള്ളതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ അവർ പറഞ്ഞിട്ടാണ് തുടങ്ങുന്ന കാര്യങ്ങൾ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. നമ്മൾ വർഷങ്ങളായി ഞാനും നിങ്ങളും മാത്രമായിട്ട് ഉള്ളൊരു ടോക്ക് ചെയ്തിട്ട് വർഷങ്ങളായി. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി, ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമൻറ്റ്സ് പറയുന്നത് ഞാൻ ഏത് Q&A അടുത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്, ഭയങ്കര വലിയ ഫാമിലി, കുറേ അങ്ങനത്തെ ഒരു കാറ് വാങ്ങുക, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ വിശ്വസിക്കാറില്ല, നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്താ പറയുക, ഏറ്റവും ചെറിയ ഒരു വീട്, ഒരൊറ്റ റൂമുള്ളൊരു വീടില്ലേ, അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച, ഞാനും ഉമ്മയും അനിയത്തിയും. നിങ്ങൾക്ക് ഈ കഥ ചെറിയ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാദർ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇവർ ആ ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ലൈഫ് സ്റ്റോറി പറയാനൊരു കാരണമുണ്ട്. കാരണം പലർക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവർ ഭയങ്കര മറ്റേ ഹൈ ടീമാണല്ലോ, ഹൈ ലൈഫ് അല്ലെങ്കിൽ ഹാഷ് പുഷ് ടീമാണല്ലോ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഈ മനുഷ്യന്മാരാണ്. ഇപ്പോൾ എനിക്കൊരു കഥ ഉണ്ടാവും, നിങ്ങൾക്കൊരു കഥ ഉണ്ടാവും,
യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കഥകളുണ്ടാവും. എല്ലാവർക്കും ജീവിതം രക്ഷപ്പെട്ടത് ഇതേ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. ആരും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് ജനിച്ച് വീണ് അങ്ങനെ യൂട്യൂബ് ഉള്ളവരുണ്ട് കേട്ടോ ചിലർ. ഓക്കെ, ഒരു കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കുറേ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം പാരൻസിൻ്റെ ബാക്കപ്പും ഓബിയസ്ലി നമുക്കൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഒരു നല്ല ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ, ഫുൾ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ്, റൂം. എനിക്ക് തോന്നുന്നത് അൺബോക്സിങ്ങിലൂടെയൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത്, എംഫോടെക് അൺബോക്സിങ്ങിലൂടെ അങ്ങനെ കുറേ പേരൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ സ്ട്രഗ്ലിംഗ് ആണ്. ഓക്കെ, ലിറ്ററലി ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. കേരളത്തിലുള്ള നമുക്ക് തന്നെ, മലയാളികൾക്ക് തന്നെ, കാർത്തിക് സൂര്യൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ മല്ലു ട്രാവലറൊക്കെ തുടങ്ങിയ ഇത് എന്തെന്നാ അങ്ങനത്തെ സംഗതിയായിരുന്നു. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് ബിൽഡായി. ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഇവരോടൊക്കെ നമുക്ക് തോന്നി തുടങ്ങി. അങ്ങനെ വളർന്നു വന്ന ആ ഒരു ടൈം മുതലേ നമ്മൾ അൺബോക്സിംഗ് ഡൂഡിനെ കാണുന്നതാണ്. ബട്ട് അവരുടെ ഒരു റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്തിട്ടൊരു ഉമ്മ 2 കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നു. അവരുടെ ജോലി, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. സോ ആ ഒരു സ്റ്റോറി അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്കാണ് ഉപ്പാടെ കാര്യം പറയുന്നത്. പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്. ലീഗലി എന്താ പറയുക, ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100-200 മടക്കായിട്ട് ഉമ്മക്ക് അത് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉമ്മനപ്പം ഞാൻ കൊണ്ടു നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടച്ച് വിടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം 2ാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ അതിലിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ചോദ്യം വേണ്ട, നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടറില്ല. സോ ഞാനും ഇമ്മ അനിയത്തി ഇപ്പം അൽഫി അങ്ങനെയുള്ളൊരു കൊച്ചു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ദയവ് ചെയ്ത് ഇനി താഴത്ത് കമൻറ്റ് ചെയ്തത്. കാരണം 10-20 വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. മനസ്സിലായില്ല, ഇമ്മക്കും ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് ഗോൺ. പിന്നെന്താ പറയുക, അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് കുറേ വേണ്ടാത്ത രീതിയിൽ കമൻസും കാര്യങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞങ്ങ് തീർത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. മനസ്സിലായില്ലേ, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാഹ്. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളോട് ഈ വീഡിയോ കാണുന്നതോട് പറയാം, നെവർ ഗീവ് അപ്പ് യുവർ ഹോപ്പ്. കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടെങ്കിലേ വില ഉള്ളൂ. അത് പൈസ ഉള്ളവർക്കും അറിയാം, പൈസ ഇല്ലാത്തവർക്കും അറിയാം. സോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുക. കുറേ നിങ്ങൾക്കറിയാം എത്രമാത്രം നെഗറ്റീവിലൂടെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വന്നതെന്ന്. ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബാക്ക് ഓഫ് ചെയ്യാണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സക്സസ് ഉണ്ടായത്. സോ നിങ്ങൾക്കും സക്സസ് ഉണ്ടാവട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺബോക്സിങ് ഡൂഡിൻ്റെ ലൈഫിലെ കമൻറ്റ് ബോക്സിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, വേർ ഈസ് യുവർ ഫാദർ? ഞാൻ പറഞ്ഞില്ല, പല തരത്തിലുള്ള വീഡിയോസ് അൺബോക്സിങ് ഡൂഡ് ചെയ്ത സമയത്തും ഉപ്പാനെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് ഫോൺ ഇങ്ങനെ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എബ്രോഡാണെന്ന് പറഞ്ഞു. തുടക്ക സമയത്തൊക്കെ എബ്രോഡാണെന്നാണ് പറഞ്ഞല്ലോ. ഉമ്മാനെ കാണിച്ചിട്ടില്ല, ഉപ്പാനെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അന്ന് ആ ടൈമിലൊക്കെ ഒരു പുറത്താണ്, ബിസിയാണ്, വർക്ക്. അങ്ങനല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ ഇത്രയും വർഷമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ലൈക്ക് ഇപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അൺബോക്സിങ് ഡൂഡ് ഇതിൽ, ക്യാരക്ടർ. മനുഷ്യൻ്റെ സാഹചര്യമാണ്, അങ്ങനെയാണ്, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലൈഫ് എക്സ്പോസ്ഡ് ആവുകയാണ്, നമ്മുടെ പ്രൈവസി പോവുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഇപ്പോഴും വീഡിയോ ഇടുമ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തും ഉപ്പ എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഉപ്പാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നടന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അത് കറക്റ്റ് ടൈം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ആ വ്യക്തിക്ക് തോന്നി, ആ വ്യക്തി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ റിവൈൻഡ് അടിച്ച് നോക്കുന്നത്. പണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആ വീഡിയോസ് പ്ലേ ചെയ്യുന്നില്ല. സംഗതി ഇവിടെ അങ്ങനെ സൗണ്ടില്ലാതെ വയ്ക്കാം. കുറേ വീഡിയോസിനകത്ത് അൺബോക്സിങ് ഡൂഡ് തന്നെ ഉപ്പാനെ ഫോൺ വിളിക്കാൻ കയറുന്നു, Q&A സമയത്ത് ഉപ്പാനെ കുറിച്ച് പറയുന്നു. ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ, ഈ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ പെയിൻ എത്ര ഉണ്ടാവുക. അന്നിപ്പോൾ ഇത് നാട്ടുകാർ മുന്നിൽ ക്യാമറേൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ഈ സംഗതി
അഭിനയിക്കണ്ടേ, മനസ്സിലായോ? ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യണ്ടേ. അല്ലാതെ ഈ കമൻറ്റ് ബോക്സിൽ പോകുന്ന അന്നൊറ്റ പറയേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേറെ കുറേ ഡയമെൻഷൻസ് ഉണ്ടാക്കുമോ ആളുകൾ എന്നുള്ളൊരു പേടി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു തോട്ടുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ഇമ്മച്വർ സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി ഉണ്ടാവുക. അന്നങ്ങനെ ചെയ്തു, ഇപ്പോൾ കറക്റ്റ് അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അയാൾ വന്നിട്ട് റിവീൽ ചെയ്തു. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഇനി മുന്നോട്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ആ വ്യക്തിക്ക് പോവാതിരിക്കില്ലല്ലോ. ഓക്കെ, പോവാതിരിക്കുമല്ലോ. എന്താണെങ്കിലും ആ ഒരു വലിയൊരു ക്വസ്റ്റ്യന് കുറേ പേർക്ക് ആൻസർ കിട്ടിക്കാണും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്കറിയാമല്ലോ, ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് ഞാനും ഫാദറും തമ്മിലാണെങ്കിൽ അങ്ങനെ ഒരു സീൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടായി. ഇപ്പം ക്ലിയർ ആയിട്ടാണ്, എല്ലാ വിഷയങ്ങളും മാറി. അതിനിപ്പോൾ എന്തായാലും സർപ്രൈസാണ് പൊട്ടിക്കുക. അപ്പോൾ ഈ ഇരിക്കുന്നത് എൻ്റെ ഫാദർ. ഞാൻ മറ്റേ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ കയറ്റിയ സംഗതി. അച്ഛൻ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അങ്ങനെ വേറൊരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇതൊരു കോണ്ടന്റ് കറക്റ്റായപ്പോൾ പിന്നെ ഞാൻ മെല്ലെ അച്ഛനെ വിളിച്ച് കയറ്റി. ഉറങ്ങാൻ പോയി അവിടെ നിന്ന് വിളിച്ചു കൊടുന്നതാണ്. സോ വെൽക്കം ടു സീക്രട്ട് ഏജന്റ് കാർ. താങ്ക് യു. ഞാൻ എങ്ങനെയാവുന്ന അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. മോയെ പിന്നെന്താ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചത് ഈ ഒരു ഡോക്ടറാവുന്നു. അതന്നെ വിചാരിച്ചു. ആ തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. സത്യം, ആ തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ആയി പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ കഴിച്ചിട്ടായി. അല്ല, അതുകൊണ്ട് ഞാൻ അൺഹാപ്പി ഒന്നുമല്ല, ഹാപ്പി തന്നെയാണ്. അവനവൻ്റെ ഭക്ഷണവും കാര്യങ്ങൾക്കും അവനവൻ്റെ ജീവിതം സേഫാക്കാനും സാധിച്ചല്ലോ. അത് തന്നെയല്ലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാശുണ്ടാക്കാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ പഠിച്ച ജോലിയാണോ അവിടെ ഗൾഫിൽ പോയി ചെയ്യുന്നത്? അത് സത്യം ഉണ്ടോ? അല്ല, അത് വേറെ കാര്യം. ഇവിടെ ഏത് പ്രൊഫഷൻ എടുത്തിട്ടും കാര്യമില്ല. അവിടെ പോയിട്ട് ഏതിലാ ശമ്പളം കൂടുതലെന്ന് ചോദിച്ചാൽ ആ ശമ്പളം കൂടുതലുള്ളതിൽ നമ്മൾ ജോലി ചെയ്യണം, കാശുണ്ടാക്കണം. അത്രേ ഉള്ളൂ. നല്ലോണം കാശുണ്ടാക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നുമില്ല, പരിപാടിയൊന്നുമില്ല. ഈ ബിഗ് ബോസ് പോയപ്പോഴാണ് എല്ലാവർക്കും ഈ അച്ഛൻ. കാരണം ഞാൻ അവിടെയാണ് അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ കിടന്ന് ഒച്ചവിളിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അത് മെയിൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്നു പോകണം ഒരു നമ്മൾ പിന്നെ അത് സത്യം തന്നെ ചെയ്യുന്നുണ്ടോ? ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഒന്നും വരുന്നില്ല മക്കളോടോ. അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ഒരു ഫാക്ടർ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗസ്റ്റ് പോലെ ഇരുന്നു. നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ അല്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യണത്, കുടുംബത്തിക്ക് വേണ്ട കാശ് ഇങ്ങനെ അയച്ചു കൊടുക്കുക, ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, അവർ കുടുംബം ഹാപ്പി ആവുക, അത്രേ നമ്മൾ കണക്കാക്കണോ. ഞാൻ ആ കാര്യത്തിലും ഹാപ്പിയാണ്. എനിക്കൊരു കാര്യത്തിലും പ്രവാസികളായ എല്ലാ അച്ഛന്മാരും വിഷമമില്ല. അതന്നെയാണ്. അല്ല, എന്നാലും ഞാൻ എല്ലാ രക്ഷിതാക്കളെ മാതിരിയല്ല. അപ്പോൾ മക്കളൊക്കെ നല്ല നിലയിലെത്തി, അതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അത്രേ എനിക്ക് സന്തോഷത്തിൻ്റെ ആവശ്യമുള്ളൂ, വേറെ എന്താണ്. ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലം നോക്ക്, മക്കളവിടെ പോയിട്ട് അച്ഛനവിടെ കഷ്ടപ്പെടുക, മക്കളിവിടെ ഡ്രഗ്സും മറ്റത് അടിച്ച് നടക്കുക. അല്ല, അത് ഞാനൊരു കാര്യം പറയാം. ആക്ച്വലി ഇപ്പോൾ അച്ഛൻ്റെ സ്ട്രഗിൾ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എവിടെ ജോലി എടുക്കുന്നത് തന്നെ ഒരു ഐഡിയ ഉള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല, അറിയില്ല ഉള്ള കാര്യം പറയാം. അല്ല, നമ്മളതിന് അങ്ങനെ പറയണില്ലല്ലോ. ഞാൻ വളരെ കമ്മിയായിട്ടാണ് സംസാരിക്കല്. ആവശ്യങ്ങൾ എന്താണെന്ന് പറയണത് ചെയ്തു കൊടുക്കും, അത്ര തന്നെയുള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ ഇടപെടുന്നുണ്ട്? എന്നൊരു കാര്യത്തിൽ ഇടപെടാത്ത ആളാണ് ഞാൻ. നമുക്ക് ഇങ്ങനെ ചെയ്തിരുന്ന അച്ഛന്മാർക്കും ഉപ്പമാർക്കും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ സന്തോഷം. മക്കള് നല്ല നിലയിലെത്തി അവര് സമൂഹത്തിൽ ഒരു ചീത്തപ്പേരും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കാണുമ്പോൾ ആ ഒരു മനസ്സിന്റെ സന്തോഷം ചെറുതൊന്നുമല്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞ വാക്കാണത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞത് 4 മക്കളുള്ള 4 മക്കളും കുടുംബത്തിന് ചീത്തപ്പേരില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ അമ്മ സന്തോഷിക്കുക. അല്ലാതെ പിന്നെ ഓരോരുത്തരും തല തിരിഞ്ഞിട്ടാണ് നടക്കണമെന്ന് വെച്ചാൽ എത്ര കണ്ടും മനസ്സിന് വേദനിച്ചിട്ടായിരിക്കണം അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എവിടെയും പ്രൗഡായിട്ട് പറയാലോ,
സായി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി നിങ്ങളൊക്കെ കണ്ടുവരിക്കുന്ന വ്യക്തിയാണ്. ആയിരിക്കും. അല്ല നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് സായി. പക്ഷെ സായിന്റെ ഫാദറാണ് ഞാനെന്ന് ഉള്ള ആർക്കും അറിയില്ല. ആര് പറഞ്ഞു? ബിഗ് ബോസിനെ ശേഷം എല്ലാവർക്കും അറിയാം. അല്ല അറിയാം, ഏകദേശം അതുപോലെ ഞാൻ മലപ്പുറത്തേക്ക് കപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യം പറയാം, സ്ക്രിപ്റ്റ് ചെയ്ത് തന്നല്ലേ? അല്ല ഞാൻ എന്റെ മനസ്സിൽ നോക്കി വായിച്ചാണത്. അല്ല എനിക്ക് എവിടെ ഒരു സ്ക്രിപ്റ്റും ഇല്ല. എന്നോട് ഒരാൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ലൈവ് വരും, സൂമിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് എൻ്റെ ഓഫീസ് തന്നെയാണ്. ആ ഓഫീസിൽ അതിനുള്ള സെറ്റപ്പ് അപ്പം ചെയ്ത് സൂമിൽ സംസാരിച്ചു. അത്ര വേറെ ഒന്നുമില്ല, അതിലൊരു ഇതില്ല. ഇപ്പോഴും ഞാൻ വിളിച്ചാലും ഞാൻ ആ ഓഫീസിൽ തന്നെ ഇരിക്കുക. അല്ല, ഞാൻ എഴുതി തന്നത് ഇല്ല ഒന്നും എഴുതി തന്നിട്ടില്ല. കാര്യമായിട്ട് അവർ എഴുതി തന്നേലും പറയിപ്പിച്ചാണ്. ഇല്ല എന്തിനാ പറയിപ്പിക്കണത്? നമ്മളെ അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിഗ് ബോസ് ഡയലി കാണുന്ന ഒരു മനുഷ്യനാണ്. ആ സമയത്ത് അച്ഛനെ എന്തോ ഒരു ഭീകരജീവി മാതിരി ഇങ്ങനെ സംസാരിക്കണ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്ത് തെറ്റേ ഞാൻ ഈ കുടുംബത്തിൽ ചെയ്ത്. അതിലും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു പൊറാട്ട പ്രശ്നം പറഞ്ഞിട്ടാണ് സീരിയസ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. മക്കളെ മനസ്സിലാക്കി കിടക്കും. എന്ത് ചെയ്യാനാണ്? അപ്പോഴല്ലേ ഞാൻ അറിയണത് പൊറാട്ട എത്ര സത്യം. അല്ല, ഞാനുള്ള കാര്യം. പക്ഷെ എന്റെ ഭാഗത്താണ് തെറ്റ്, കാരണം ഞാനത് പറഞ്ഞില്ല. അല്ല പറയായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ഒരാൾ പറയുന്നതും കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല, ചെയ്തു കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെന്താണ് പ്രശ്നമുള്ളത്? ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല, എന്റെ ഭാഗത്തുള്ള തെറ്റായിരുന്നു. ഞാൻ അറ്റ്ലീസ്റ്റ് അത് അമ്മേനോടെങ്കിലും പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ മനസ്സിനകത്ത് ഇട്ടിട്ട് കൊണ്ടുവന്നത് കുറെ കാലം എങ്ങനെ നടന്നു. ഞാൻ പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പരിപാടി വേണ്ടത്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 6 മാസത്തിലോ 2 കൊല്ലത്തിലോ 1 കിലോ കാണുന്ന ഒരാളോട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഒരു കൊല്ലത്തിൽ ഒരു വട്ടം നാട്ടിൽ വരുന്ന സമയത്ത് ആരോടും ഒരു കലഹമില്ലാതെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകണം എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. കാരണം വെച്ചാൽ ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ പിന്നെ പൈസേൻ്റെ കാര്യങ്ങളും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഇത്ര കൂടുതൽ ചിലവാക്കരുത്. ഞാൻ എത്രയോ ഫാമിലിയിൽ കാണുന്നുണ്ട്, നിങ്ങൾ അവിടുന്ന് അയക്കണ പൈസ അങ്ങനെയാണ് ചിലവാക്കണം, ഇങ്ങനെയാണ് ചിലവാക്കണം, സേവിങ്സ് ഇല്ല, മറിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് അവരെ പ്രശ്നം കേട്ടോ. ഞാൻ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇതേവരെ പറഞ്ഞിട്ടില്ല. അതേമാതിരി പുറത്തു പോയി ഫുഡ് അടിക്കുന്നതിനെ പറ്റിയിട്ട് ഭയങ്കര ഇതിലാണ് ഗൾഫുകാരെങ്കിലും പല നാട്ടുകാർ തിണ്ടികളും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാൻ ആവശ്യമില്ല. ഞാൻ പണ്ട് 120 കിലോ ഞാൻ കുറയ്ക്കാൻ തന്നെ ഇവിടെ പറയലെന്നറിയോ, ഇന്റെ ഓരോ വരവിനും ഇവൻ തടി കൂടണം. അച്ഛൻ്റെ ഒക്കെ വിചാരം തടി കൂടുന്നതാണ് ഭയങ്കര. അല്ല, നമുക്ക് സന്തോഷമല്ലേ നമ്മളെ മക്കൾ നല്ലോണം ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യണം, നല്ല മൊബൈൽ ഉപയോഗിക്കണം. അതൊക്കെ എന്തെങ്കിലും ഒരു മോശം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? അതെന്ന് പറഞ്ഞാൽ കിട്ടിയ ഫസ്റ്റ് മൊബൈൽ 6666 എല്ലാ ഓപ്ഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാമറ മൊബൈൽ ഫോൺ എനിക്ക് ആദ്യം കിട്ടിയത്. അല്ല, ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഗാഡ്ജറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ പറ്റിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അത് N95 മേടിച്ചു തന്നിട്ട് പിന്നെ ചൈന ഫോൺ മേടിച്ചു തന്നെ എനിക്ക്. അങ്ങനെ 2 ഫോണുകൾ എന്നെ മാറ്റിയിട്ടുണ്ട്. അതുണ്ട് പറയാൻ പറ്റില്ല. ഞാൻ അമ്മനെ അത് ചൈനയാണ് കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മൾ ചോദിക്കാനും പക്ഷെ അന്ന് കൊണ്ടുവരാൻ എനിക്ക് ചൈനയെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അതിന്റെ സ്ക്രീനുമ്പോ ഇങ്ങനെ വരുത്തിയിട്ട് അത് വെള്ളം മാതിരി നീങ്ങേണ്ടത് പറഞ്ഞപ്പോഴാണ് അത് ചൈന ഫോൺ. ഇന്ന അവിടുന്ന് പറ്റിച്ച രമനി പറ്റിച്ചത്. പക്ഷെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇപ്പൊ അക്ക ചൈന പാട്ടിലിട്ട ചൂചി പറഞ്ഞ പാടറ് ആടക്കണ്. അതൊരു വല്ലാത്ത ചെറിയപ്പോയി. അത് മാത്രമേ ഉള്ളൂ, പിന്നെ ബൈക്കിന് ബൈക്ക്, കാറിന് ലക്ഷറി ലൈഫ്, ഭയങ്കര അൾട്രാ ലക്ഷറി ലൈഫ്. ഞാൻ അന്ന് ഉള്ളാന്റെ ചെരുപ്പൊക്കെ കിട്ടിയിരുന്നത് ഭയങ്കര 4000-5000 രൂപയ്ക്ക് ചെരുപ്പൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ കിട്ടിയത്. പിന്നെ മറ്റേ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും ബ്രാൻഡ് അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്വന്തം കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചൊന്നും പിടിക്കാൻ തുടങ്ങി. ശരിയാണത്. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണ കാണുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. അതല്ല, ഇപ്പൊ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കാരണം ബാക്കി ഹോട്ടലിൽ നിന്ന് കഴിച്ച് മടുത്തോണാണ് ആയിരിക്കാം. പക്ഷെ ഞാനും ഇവരോടൊക്കെ പറയാ എങ്ങനെ വിചാരിച്ചാൽ, ഞാൻ ഇപ്പോഴും ഒരു നേരം കൂടി കഴിക്കണില്ല. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ വേണ്ട. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വെറുത്തു തുടങ്ങിയപ്പോ. എനിക്കിപ്പോ എവിടെന്നെങ്കിലും ഒന്ന് വീട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. പണ്ട് അങ്ങനെ കിട്ടുമ്പോ എന്തിനു കഴിക്കുന്നത്, എന്ന് വീട്ടിൽ കിട്ടുന്നല്ലെന്ന് ചോദിച്ചിരുന്ന ആളാ. ഇപ്പൊ ഈ ഓട്ടം തുടങ്ങിയതിനു ശേഷം വീട്ടിലും നാട്ടിലും നിൽക്കാത്ത അവസ്ഥ വന്നപ്പോ എനിക്ക് എന്താ അറിയോ, അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ മടുത്തു. സംഗതി ഇപ്പൊ തന്നെ കണ്ടീഷൻ അതാണ്, അല്ലാതെ പിസ്കൊണ്ടല്ലോ അത്. ഞാനത് പിസ്കായിട്ടാണ് കാണുന്നത്.
ഈ തട്ടടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അത് ഇത് പിസ്കല്ല, ഇത് മറ്റേ മടുത്തിട്ടാണ് സത്യത്തിന് മടുത്തിട്ടാണ് എനിക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്താണെങ്കിലും അച്ഛൻ ഇപ്പോൾ കുറച്ച് ദിവസം നാട്ടിലുണ്ട്, ഒരു 25-ാം തീയതി പോകും. 25-ാം തീയതി പോകും. അതിനിടയിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇതേപോലെ കയറിയിരിക്കാൻ അവസരം ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വരും. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു ചാൻസ് നേരം വൈകിയതുകൊണ്ടാണ്. ഞാനെന്താ അറിയാം, അധികം ആരെയും കൊടുക്കില്ല എന്ന് പറയാം. ഞാൻ സ്നേഹേനെയും ചിത്തുപൈനല്ലാതെ വേറെ ആരെയും അടുപ്പിക്കാത്ത വീഡിയോക്ക് ലാസ്റ്റ് ഫാമിലി വ്ളോഗ് ആവും എന്നുള്ളൊരു പേടി. ലാസ്റ്റ് നമുക്ക് തന്നെ എനിക്ക് പ്രൈവസിയിലേക്ക് കൂടുതലായിട്ട് ആൾക്കാരെ കയറ്റുന്നത്. അതിപ്പോ ഞാനും അത്ര തന്നെ ചിന്തിക്കണത്. കാരണം വെച്ചാൽ അല്ല, ഞാൻ പിന്നെ അതിലൊന്നും നിങ്ങളെ ഒരു കാര്യത്തിലും പേഴ്സണൽ കാര്യത്തിലും ഞാൻ ഇടപെടുന്നതാണ്. അത് ഞാൻ ചോദിക്കുകയും ചെയ്യില്ല എന്താണ് ഏതാണെന്നുള്ളത്. പണ്ടും ഇല്ല, എപ്പോഴും ഇല്ല. യെസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.